പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ചൊവ്വാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ കുറച്ച് മൈദമാവൊക്കെ കലക്കി ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതാ ചായ ഇവിടെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് രാവിലെ തന്നെ പോകുമ്പോൾ തന്നെ ദോശയൊക്കെ ഞാൻ ആക്കി കൊടുക്കാനാണ്. കാരണം രണ്ടാം നേരം അവർ മദ്രസ വിട്ടിട്ട് ഇങ്ങോട്ട് കഴിക്കാൻ വന്നിട്ട് പോകുമ്പോഴേക്കും ഒരുപാട് സമയമൊക്കെ ആവുകയാണ്. ആകെ അരമണിക്കൂറേ ഉള്ളൂ. 9 മണിക്ക് മദ്രസ വിട്ടാൽ 9:30 ആകുമ്പോഴേക്കും മദ്രസയിലെത്തണം. അപ്പോൾ എന്തായാലും ഞാനൊരു 2 പേർക്കും 2 ബോക്സിലാക്കിയിട്ട് കഴിക്കാൻ കൊടുത്തു വിടുകയാണ്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവർ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോയിരുന്ന് കഴിക്കും. അപ്പോൾ ആദ്യമൊക്കെ പറയുന്നുണ്ട്, ഉമ്മ അങ്ങനെ കൊണ്ടുപോയാൽ കൂട്ടുകാരൻ്റെ ഉമ്മ വഴക്ക് പറയും, നീ ഇവിടെ വന്ന് കഴിച്ചാൽ മതി, എന്തിനാ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്നൊക്കെ അവനും പറയുന്നൊക്കെ ഉണ്ട്. സാരമില്ല, കുഴപ്പമില്ല, ഇവിടെ ഉള്ളപ്പോഴൊക്കെ നീ ആക്കിയിട്ട് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആക്കി കൊടുത്തതാണ്. പിന്നെ അന്ന് ഉച്ചക്കലാണ് അപ്പം പട്ടാമ്പിയിലൊക്കെ പോയി വരുമ്പോൾ കുറച്ച് തണ്ണിമത്തനും ക്യാരറ്റും പിന്നെ ഒരു സോഡ, നാരങ്ങ സോഡ ഉണ്ടാക്കുക, സോഡയൊക്കെ വാങ്ങിയിട്ട് വന്നു. അത്രയ്ക്കും ദാഹമൊക്കെയാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ കാണുമ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഓർമ്മയൊക്കെയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ, മുറിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് ഇത് അയിലച്ചമ്പ എന്നും പറയും. പക്ഷെ ഇവിടെ മീൻ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ പുലിമുരുകൻ എന്നാണ് ഈ മീനിന് പേര് പറഞ്ഞത്. തൊലിയൊക്കെ ഉരിക്കുന്നതാണ്, വാലിൻ്റെ അവിടെ ഒരു മുള്ളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് പൊരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് അതും ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുമ്പോൾ തന്നെ 4 മണിയൊക്കെ ആയി. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ തണ്ണിമത്തനും നാരങ്ങ സോഡയൊക്കെ കഴിച്ചപ്പോൾ വയറൊക്കെ ഫുള്ളായി. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ലുഡോ കളിക്കാൻ വായോ കൊണ്ട് കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് ലുഡോ കളിക്കുകയാണ്. അപ്പോൾ ഈ സമയം അയാൻകുട്ടി നല്ല ഉറക്കമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് രാത്രിക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി കുറച്ച് മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഞാൻ വറുത്ത് വെക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം അതായത് ബുധനാഴ്ചന് കുറച്ച് ചാണകപ്പൊടി കോരുന്ന പണിയും കൂടെ ഉണ്ട്. അപ്പോൾ നേരത്തെ പോകണ്ടേ എന്ന് കരുതി കുറച്ച് കടലക്കറിക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വറുത്ത് വെക്കുകയാണ്. പിന്നെ ദോശമാവുണ്ട്, ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ പൊരിച്ചെടുക്കുകയാണ്. രാവിലെ ബിസ്ക്കറ്റ് അങ്ങനെ വേറൊന്നും ഇല്ലായിരുന്നു അവർക്ക് കഴിക്കാൻ. അപ്പോൾ ഞാനൊരു 3 പഴം ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഇനി വരുന്ന മദ്രസയിലൊക്കെ അയച്ചിട്ട് എന്നിട്ട് ഞങ്ങൾക്കിന്ന് ഇങ്ങോട്ട് ചാണകപ്പൊടി കോരാനും പോകണം. അപ്പോൾ പോകുമ്പോഴേക്കും വേഗം ചോറൊക്കെ ഞാനൊന്ന് വെച്ച് വെക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് വേകുന്ന അരിയാണ് കേട്ടോ അത്, വെള്ളയരി, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ വേഗം ചോറിന് അരിയൊക്കെ അടുപ്പത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കടലക്കറി ഒന്ന് താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ദോശ ഇക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ഞാൻ നേരത്തെ വെച്ചു. അതായത് സുന്ദരിക്കടല, ഉരുളക്കിഴങ്ങൊക്കെ കൂടിയിട്ട് തലേ ദിവസം വറുത്ത തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം അരച്ചും കൊണ്ട് ഞാൻ കറികളൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊരു ആമയൊരു കൊപ്പം ഭാഗത്ത് പുതിയ റോഡ് എന്ന് പറയും, അവിടെയാണ് ഇന്ന് കുറച്ച് ചാണകപ്പൊടി കോരാൻ പോകേണ്ടത്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം ഉണ്ടാവും ചാണകപ്പൊടി. അപ്പോൾ ഒരു 12 മണി വരെയൊക്കെ അയ്യാൻകുട്ടിനെ കൂടെ നിർത്തും, കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ് മദ്രസ വിട്ടിട്ട് ഇവർ വരും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന അയ്യാൻകുട്ടിനെ ഇവിടെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ തനിച്ച് പോകാനാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസയിൽ പോയി. അപ്പോൾ പോകുന്ന വഴി തന്നെ മദ്രസയിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ എൻ്റെ ഫോണിന് എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചാലൊന്നും വരില്ല, ഭയങ്കര ഇരുണ്ടിട്ട് ഡിമ്മായിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ കാണുക. പിന്നെ ഞങ്ങൾ അവിടെ പോയി ചാണകപ്പൊടിയൊക്കെ നിറയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അയ്യാൻകുട്ടിനെ ആക്കിയിട്ട് പോകാനാണ്. പകുതി വഴി എത്തുമ്പോഴേക്കും പിന്നെ പെട്രോൾ കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ പ്രസാദിനെയൊക്കെ വിളിച്ച് പിന്നെ അവൻ പെട്രോളൊക്കെ വാങ്ങിയിട്ട് വന്നു. ബൈക്കിൽ അവൻ പെട്രോളൊക്കെ വാങ്ങിയിട്ട് വന്ന് പിന്നെ വീണ്ടും പെട്രോളൊക്കെ ഒഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. അപ്പോൾ നല്ല കാറ്റും പൊടി വറക്കലൊക്കെ ഉണ്ട്. പിന്നെ നല്ല സുഖമുണ്ട് അവിടെ അങ്ങനെ ഇരിക്കാം, പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇലക്ഷൻ്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയം ഇങ്ങനെ അയ്യാൻകുട്ടി കുറച്ച് ഡാൻസ് കളിക്കും. ആ വണ്ടിയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളവിടെ ഇരുന്നാലും അവരൊതുങ്ങിയിരിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ അവിടെ ഒരു പൂട്ടിയിട്ടൊരു പെരയുണ്ടായിരുന്നു, ഒരു ഷെഡ് പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് കൂക്കി വിളിക്കും. പിന്നെ എൻ്റെ ആങ്ങളുടെ മക്കളുടെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്, വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ പ്രസാദ് വന്നു. അങ്ങനെ എണ്ണയും കൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ താത്ത എൻ്റെ മുഖമൊന്നും വീഡിയോയിൽ പെടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്.
പിന്നെ വേഗം എണ്ണയൊക്കെ വാങ്ങി ഒഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴി അംഗൻവാടിയിൽ കയറി. അയാൻകുട്ടിക്ക് പൊടി വന്നിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അംഗൻവാടി കയറി പിന്നെ ഞങ്ങൾ അയാൻകുട്ടിൻ്റെ തൂക്കവും ഹൈറ്റും എല്ലാം നോക്കിയിട്ട് പൊടിയും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ 6 പാക്കറ്റ് പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദിലും ഈ പൊടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കും. പിന്നെ ഇങ്ങനെ വറുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വന്നിട്ട് പിന്നെ വേഗം കുറച്ച് തലേ ദിവസത്തെ മീനും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ വേഗം പൊരിച്ചെടുത്തു. അപ്പോൾ ഞാൻ പഴങ്കഞ്ഞിയാണ് കുടിച്ചത് കേട്ടോ. മോരൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. അത്രയ്ക്കും ചൂടായിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ഞാനും ഒക്കെയും കൂടെ വേഗം പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുവരെ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു, അവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.